നമസ്കാരം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിൻ്റെ മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പിരിറ്റ് ഗൈഡ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഗൈഡിനെ ഏതെങ്കിലും ഒരു അസെൻഡഡ് മാസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്ഞാനിയായിരിക്കാം, ഏതെങ്കിലും ഒരു ദേവതയായിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അധികം കണക്റ്റ് ആവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം, അതാണ് സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ടാകണമെന്നില്ല ഈ ഒരു കാലം വരെ. ഇനിയും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അതാരാണ്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ് എന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ടൈമിൽ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ആകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന് നിങ്ങളോട് എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് 4 കാർഡായിട്ട് അല്ലെങ്കിൽ 4 സ്പ്രെഡായിട്ട് എടുക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആ ഒരു സ്പിരിറ്റ് ഗൈഡിന് നിങ്ങളോട് എന്ത് സ്പിരിച്വൽ മെസ്സേജാണ് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളത്, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട്, നിങ്ങളെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം എങ്ങനെയാണ് ഈ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത്, എന്ത് വർക്കാണ് നിങ്ങളെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പിരിച്വൽ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഈ ഒരു ഗൈഡൻസിനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ നിങ്ങൾ എന്താണ് ഈ ഒരു സമയം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ വോയിസ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്ടിവിറ്റി കുറഞ്ഞതുകൊണ്ടായിരിക്കും. ആ ഇന്നർ വോയിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഡ്യൂഷനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ബ്ലോക്കാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലീസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇങ്ങനെ 4 ചോദ്യങ്ങളായിട്ട് നമുക്ക് ഈ ഒരു റീഡിംഗ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സിന് എന്ത് സ്പിരിച്വൽ മെസ്സേജാണ് നിങ്ങളുമായിട്ട് ഈ ഒരു സമയം ഷെയർ ചെയ്യാനുള്ളത്, അതാണ് ആദ്യം നോക്കുന്നത്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും അധികം കണക്ടിവിറ്റിയുള്ള സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടീമുമായിട്ട് നിങ്ങൾ കണക്റ്റായിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണ് എന്നുള്ളത് റിവീൽ ആകുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഒരു ഇൻറ്റൻഷൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. സോ ഇവിടെ ആദ്യത്തെ ചോദ്യം, നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ആ ഒരു ഹയസ്റ്റ് സ്പിരിച്വൽ മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. ഇറ്റ്സ് ക്വീൻ ഓഫ് പെൻഡക്കിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു കാർഡ് കൂടെ നമുക്കതിനു വേണ്ടി എടുക്കാം. 7 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്പിരിച്വൽ ടീം എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്പിരിച്വൽ ടീം ഈ ഒരു സമയത്ത് നിങ്ങളെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 5 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസിലേക്ക് നിങ്ങൾ കൂടുതൽ ഒരു കണക്ടിവിറ്റിയിൽ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റി കൂടുതലായിട്ട് ഉണ്ടാകാൻ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്. ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി, നിങ്ങളുടെ ഇൻഡ്യൂഷനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഏത് ബ്ലോക്കിനെയാണ് ഈ ഒരു സമയം റിലീസ് ചെയ്യാനുള്ളത്, അതാണ് നോക്കുന്നത്. ദ ഫൂൾ ആൻഡ് 6 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു,
നിങ്ങൾക്കുള്ള നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡിൻ്റെ മെസ്സേജ് എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 7 ഓഫ് പെൻഡക്കിൾസ് കാർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളോട് ഈ ഒരു സമയം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെടുക്കുന്ന എഫേർട്ടുകൾ ഒരിക്കലും വേസ്റ്റായി പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സിൽ ജീവിക്കുന്നവരാണ്. അത് ഇൻ ദ സെൻസ് മണി എനർജി ആണെന്നുണ്ടെങ്കിലും ലവ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, എല്ലാം നിങ്ങൾക്ക് സർവൈവൽ മോഡിലാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആകുന്നില്ല. നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ജീവിക്കാനുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബ്ലെസ്സിങ്സ് മാത്രമേ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് എനർജി എടുക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അതിനുള്ള റിസൾട്ട് വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സറണ്ടർ ചെയ്യുക. നിങ്ങൾ എപ്പോഴും ആക്ഷൻ എടുക്കുക, പക്ഷെ റിസൾട്ട് എപ്പോഴും നിങ്ങൾക്ക് മറഞ്ഞിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് അതിലേക്ക് ഒരുപാട് കോൺഷ്യസ്നെസ് ആകാതെ ഇരിക്കാനാണ് ഈ ഒരു സമയം പറയുന്നത്. ഇവിടെ ക്വീൻ ഓഫ് പെൻഡക്കിൾസ് കാർഡിൽ പറയുന്നത് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ യൂണിവേഴ്സും തമ്മിലുള്ള ആ ഒരു കണക്ടിവിറ്റിയിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഫ്രീക്വൻസി ആ ഒരു ലെവലിലേക്ക് റൈസ് ആകുന്ന സമയത്ത് നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ള ഒരു മെസ്സേജ് ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി മാത്രമല്ല, ഒരു റിലേഷൻഷിപ്പ് ആയാൽ പോലും നിങ്ങൾക്ക് മറ്റേതൊരു വ്യക്തികളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് തത്തുല്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് തിരികെ അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ അത് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുള്ള ആ ഒരു കരിയർ മേഖലയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ തിളങ്ങുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് മാറിയിട്ട് ഉള്ള ഒരു പൊസിഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്ന, നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് കണക്റ്റ് ആകുന്ന ആ ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ടെന്നും അതിന് നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സ് ഓൾവേസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും നിങ്ങളെ ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സമയം നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സിന് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്പിരിച്വൽ ടീം എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ എങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ 5 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടുകൾ ഒന്നും നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് വരുന്നില്ല. ആ ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ മാത്രം, ഇന്നത്തെ ഭക്ഷണത്തിനുള്ള മാർഗം മാത്രം നിങ്ങളുടെ മുമ്പിൽ റിവീൽ ആകുന്നുണ്ടാകും. ഒരു വലിയ രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയിൽ പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്കാർസിറ്റിയുടെ മൈൻഡ് സെറ്റാണ് വർക്ക് ആവുന്നത്. എനിക്ക് എത്ര ചെയ്താലും കാര്യമില്ല, എനിക്കൊന്നും നേടാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ്സും നിങ്ങളുടെ ഫൈനാൻഷ്യൽ അബണ്ടൻസിലേക്ക്, ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് ഫൈനാൻഷ്യൽ കാർഡുകളാണ്. സോ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബൈ ബർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ് കാരണമായിരിക്കും നിങ്ങൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫിലേക്ക് കണക്ട് ആയത്. അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതിനകത്ത് നിന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാകൂ, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോട്ട്. അതുപോലെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കമ്പാരിസൺ, അതുപോലെ ബാക്കി മറ്റ് ആളുകളിലേക്ക് നോക്കിയിട്ട് അവർക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, നിങ്ങൾക്കതില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇത്തരത്തിലുള്ള മൈൻഡ് സെറ്റുകളെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും അനലൈസ് ചെയ്യണം. നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ മറഞ്ഞു കിടക്കും.
ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾ കണക്റ്റ് ആകാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ആ ഒരു കണക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എത്താത്തിടത്തോളം കാലം, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഉള്ളതൊന്നും നിങ്ങളുടെ മുമ്പിൽ വിസിബിൾ ആകില്ല. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും അധികം ഒരു സെക്യൂരിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കാനും, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി തരാനും, നിങ്ങളെ അബണ്ടൻസിലേക്ക് കണക്ട് ചെയ്യാനും ഒക്കെയാണ്. അതായത് നിങ്ങളെ ഒരു ഹൈലി കിങ് എനർജിയിലേക്ക്, ഇവിടെ കിങ് എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വെൽത്തിനെ, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിനെ, ഒരു സെക്യൂരിറ്റിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പേടികളെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു പേടിയെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും നിങ്ങളോടിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും. ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുക ജീവിതത്തിൽ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു ഓർഡറിലേക്ക് കണക്ട് ചെയ്യുക. ആ ഒരു ഓർഡർ അനുസരിച്ച്, ആ ഒരു ഡിസിപ്ലിൻ അനുസരിച്ച് ലൈഫിനെ പതിയെ പതിയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നതായിരിക്കും. അതിലേക്കാണ് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകും ചിലപ്പോൾ വളരെയധികം ഒരു ലാക്ക് എനർജിയിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ടാകും, നിങ്ങൾക്ക് ഇതിനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പം ആ ഒരു ചിന്തയെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് തന്നെയാണ് അതിനെ റിലീസ് ചെയ്യുക, അതിനെ ഹീൽ ചെയ്യുക. നമുക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട് പാറ്റേണിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പാറ്റേണിലേക്ക് പോവില്ല. പതിയെ പതിയെ മാത്രമേ, ഒരു ഗ്രാജുവൽ പ്രോസസ്സാണത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഈ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻഡ്യൂഷനും നിങ്ങളുടെ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കാനുള്ള നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഗൈഡൻസിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ആവേണ്ടത്, അതിന് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന ചോദ്യത്തിന് വന്നിരിക്കുന്നത് ടവർ ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ സോള് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സോൾ കണക്ടിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസിലേക്ക് കണക്റ്റ് ആകാതിരിക്കുന്നതും. ഇവിടെ അതുപോലെ നിങ്ങൾക്ക് ഒരു ടവർ കാർഡ് കാണിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന ആ ചേഞ്ചുകൾ നിങ്ങളെ വളരെയധികം വൾണറബിൾ ആക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ലൈഫിൻ്റെ ഒരു ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. സോ ലൈഫ് എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവിതം. ഭൂമിയിലുള്ള ജീവിതം അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ്, ആ എക്സ്പീരിയൻസുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സോൾസും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. സോ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെ നമ്മൾ വീഴുമ്പോൾ എഴുന്നേൽക്കും, അവിടുന്ന് വീണ്ടും വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും. ആ ഓരോരോ പാഠങ്ങളാണ്, ഓരോരോ അനുഭവങ്ങളാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കൂടുതലായിട്ടും മറ്റുള്ള ആളുകളിലേക്കുള്ള ആ ഒരു എനർജി, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ, ഇവിടെ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങളെപ്പോഴും എല്ലാവരും അതായത് അവരുടെ ഒരു സർക്കിളിൽ നിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ സ്റ്റേബിൾ അല്ല എന്നല്ല, പക്ഷെ നിങ്ങൾ ചില ആളുകളുമായിട്ടും ആ ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ കണക്ടിവിറ്റിയിലേക്ക് വരും. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന തിരിച്ചടികൾ, ആ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്ന സമയത്ത് നിങ്ങളെ ഡിറ്റാച്ച്മെൻറ്റിൽ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ ആ വ്യക്തികളെ നിങ്ങളെ ചെറുതായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മാറ്റിത്തരും. അപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ ഒരു പാഠമാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് എന്ന് പറയാം. ഡിറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓവർ ഗീവിങ്ങിൻ്റെയൊക്കെ എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പല രീതികളിലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ലൈഫിലുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസിനെ നിങ്ങൾ മറക്കണം, അല്ലെങ്കിൽ നിങ്ങളതിനെ ആ ഒരു രീതിയിലെടുത്ത് അത് ആ ഒരു ഫ്ലോയിൽ പോകേണ്ടതാണ് എന്നുള്ളൊരു ആക്സെപ്റ്റൻസിലേക്ക് വരണം എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങളുടെ ഈഗോ എന്ന് പറയുമ്പം നിങ്ങൾ നേടിയെടുത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലല്ലാതെ ഒരു ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അടിയോടെ ഒരു ഷേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പല സമയത്തും നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ
ഇൻഡ്യൂഷൻ എന്ന് പറയുന്നൊരു ഫ്ലോയാണ്, നിങ്ങളുടെ സോൾ കണക്ടിവിറ്റിയാണ്. ആ ഒരു കണക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഈഗോ ആയിരിക്കാം അവിടെ നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. സോ ഈഗോ ഇല്ലാതിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ മാത്രമേ, നമ്മുടെ ഈഗോ ഡെത്ത് എന്ന് പറയാം, ആ ഒരു സ്റ്റേജിന് ഈഗോ ഇല്ലാതിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു കണക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എത്തുക. സോ നിങ്ങളുടെ നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഈഗോയെ മാറ്റാൻ വേണ്ടി നിങ്ങൾ അതിനുള്ള എക്സസൈസുകൾ, നിങ്ങൾ അതിനുള്ള വർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യാനുള്ളത്. അതുപോലെ എല്ലാത്തിനെയും ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. അവിടെയും ആ ഒരു മെസ്സേജും കൂടി ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തതെന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ വോയിസിനെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള ഏതോ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇല്യൂഷനെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതെന്ത് എന്നുള്ള ചോദ്യത്തിന് വന്നിരിക്കുന്നത് ദ ഫൂൾ ആൻഡ് 6 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ ഭയമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിനെ വിട്ട് നിങ്ങൾക്കൊന്ന് മുന്നോട്ടേക്ക് ഒരടി വയ്ക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുത്തേ മതിയാകും. നിങ്ങൾക്ക് പറ്റില്ലാത്ത സിറ്റുവേഷനുകളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയേ മതിയാകും. നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ, ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷൻസ്, ചില സ്ഥലങ്ങൾ പോലും നിങ്ങൾക്കുള്ള ബ്ലോക്കുകളെ ക്രിയേറ്റ് ചെയ്യും. സോ അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. നിങ്ങൾക്കുള്ള ബ്ലോക്ക് എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ട്രസ്റ്റ്, നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നതാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. സോ ഇവിടെ ഫുൾ കാർഡിലൂടെ നമുക്ക് പറയുന്നത്, നിങ്ങൾക്ക് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനകത്തൊരു ഡൗട്ട് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ആ ഒരു ഡൗട്ട് എനർജി റിലീസ് ചെയ്ത് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ കംഫർട്ട് സോണാണ് നിങ്ങളുടെ ബ്ലോക്ക്. ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഒരു ഡയറക്ഷൻ, അടുത്തൊരു പാത്തിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് മനസ്സിലാകുള്ളൂ. ലൈഫ് മൂവിങ് ആണ്, എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റ് ആൻഡ് ഓരോ സെക്കൻഡ്സും നമ്മൾ ഓരോ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടെ തന്നെ, അതായത് ഒരേ പാറ്റേണിൽ തന്നെ കണ്ടിന്യൂസ്ലി പോകുമ്പോൾ നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല. സോളിന് ഗ്രോത്ത് ഉണ്ടാകാതെ സോൾ അവിടെ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ സോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോകണമെന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു പേടി കാരണം നിങ്ങൾ അതിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പേടിയെ നിങ്ങൾ റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ആ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. അതാണ് നിങ്ങൾക്കുള്ള കറൻ്റ്ലി ഉള്ള ഒരു ബ്ലോക്ക്. നിങ്ങളുടെ ഇന്നർ വോയിസിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതും, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻലി കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ ഈ ഫുൾ കാർഡിൽ, ഫുൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നമുക്ക് സപ്പോർട്ടിനായിട്ട് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് വിസിബിൾ ആകുന്ന ഒരു രൂപത്തിലായിരിക്കില്ല അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അവരുടെ എനർജറ്റിക്കലി ആയിരിക്കും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡ്യൂഷൻ, നമ്മുടെ ഇന്നർ വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആകണം. അങ്ങനെയുള്ളൊരു സമയത്താണ് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ മെസ്സേജസ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഹീലിങ്ങിലൂടെ നിങ്ങൾ പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റീഡിങ്ങിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസൊനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിലും അവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് പഠിപ്പിക്കുന്നുമുണ്ട്. സോ അതിന് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.